ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഒരു നോ പല്ലു ഡ്രേപ്പാണ് ചെയ്യാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡ്രേപ്പാണ്. പല്ലു ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കില്ല, അത് ടക്കിൻ ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഡ്രേപ്പാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ സാരി ഖാദി കോട്ടൺ സാരിയാണ്, ട്രിപ്പിൾ കളറായിട്ടുള്ള സ്ട്രൈപ്സ് വെച്ചിട്ടുള്ള സാരിയാണ്. വിത്ത് ബ്ലൗസാണ് വരുന്നത്. ഈ ബ്ലൂ പോർഷൻ ബ്ലൗസാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ നിവി ഡ്രേപ്പ് ചെയ്യുന്നത് പോലെ സാരി നമുക്ക് അരയ്ക്ക് ചുറ്റും ഡ്രേപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഡ്രേപ്പാണ്, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിവി ഡ്രേപ്പിൻ്റെ ആക്ഷൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ പല്ലൂടെ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് വെക്കുന്നുണ്ട്. പല്ലു നമ്മൾ ഡ്രേപ്പ് ചെയ്യുന്നില്ലെങ്കിലും, അതായത് പ്ലീറ്റ് ചെയ്യുന്നില്ലെങ്കിലും, അതിൻ്റെ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ പ്ലീറ്റ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സാരി നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്, നല്ല സോഫ്റ്റാണ്. ഖാദി കോട്ടൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര ഒരു റഫായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കുന്നു. പക്ഷേ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പം നമുക്ക് വലിയ ബ്ലൗസ് പീസ് ആയതുകൊണ്ട് ഒത്തിരി പ്ലേറ്റ്സ് താഴെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് നമ്മൾ പ്ലീറ്റ് ചെയ്ത് ടക്കിൻ ചെയ്യുക, നോർമൽ നമ്മൾ നിവി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇനിയാണ് പല്ലുയുടെ പരിപാടി. പല്ലു നമ്മൾ ഇതേപോലെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് പല്ലുയുടെ ഒരറ്റം ഒരു കയ്യിലും മറ്റേ അറ്റം മറ്റേ കയ്യിലും, അതായത് ഏകദേശം നമ്മുടെ ബോഡീനെ വെച്ചിട്ട് നമ്മളൊന്ന് മിഡിലിൽ നിൽക്കുന്ന പോലെ ഇതേപോലെ പല്ലു പിടിക്കുക. എന്നിട്ട് രണ്ടറ്റങ്ങളും കൂട്ടി യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരറ്റം നമ്മുടെ ബ്ലൗസിൻ്റെ അവിടെ ടക്കിൻ ചെയ്യുക. പിന്ന് വെച്ച് ടക്കിൻ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല ബട്ടൺസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ബ്ലൗസിലുണ്ടെങ്കിൽ അങ്ങനെ ടക്കിൻ ചെയ്യാം. അത് കഴിഞ്ഞ് മറ്റേ അറ്റവും ഇതേപോലെ ഇങ്ങനെ ടക്കിൻ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഫ്ലാപ്പ് കണ്ടോ, ഈ ഒരു ഫ്ലാപ്പ് എന്തായാലും ഉണ്ടാവും. ഈ ഒരു ഫ്ലാപ്പ് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ പിന്നെ വെച്ച് സെക്യൂർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബെൽറ്റ് യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. അപ്പം നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. നമ്മുടെ ഇന്നത്തെ ഡ്രേപ്പിംഗ് കഴിഞ്ഞു എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സാരിയും പുതിയൊരു ഡ്രേപ്പിങ്ങുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.